നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 401 എപ്പിസോഡിലേക്ക് സ്വാഗതം. മാധ്യമരംഗത്തേക്ക് പുതിയൊരു തലമുറ കൂടി ചുവടുവെക്കുന്നു. കേരള മീഡിയ അക്കാദമിയുടെ ബിരുദാനന്തര ഡിപ്ലോമ കോഴ്സുകളിലെ 47ാം ബാച്ചിന് തുടക്കമായി. മാധ്യമപ്രവർത്തനത്തിന്റെ പുതുവഴികൾ തേടി കേരള മീഡിയ അക്കാദമിയിലേക്ക് പുതിയൊരു ബാച്ച് കൂടി എത്തിയിരിക്കുകയാണ്. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ ബിരുദാനന്തര ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള 47ാം ബാച്ചിനാണ് തുടക്കമായത്. സത്യസന്ധവും നിർഭയവുമായ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എറണാകുളം കളക്ടർ ജി പ്രിയങ്ക പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാധ്യമങ്ങളും വാർത്തകളും ജനജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന കാലഘട്ടമാണിത്. സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്താൽ മാധ്യമരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും വാർത്തകളിലെ കൃത്യതയും വ്യക്തതയും ഉറപ്പാക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണമെന്നും ജില്ലാ കളക്ടർ ആശംസിച്ചു. മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ആയിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. ഡിജിറ്റൽ യുഗത്തിൽ വാർത്തകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MCMCയിൽ അംഗങ്ങളായിരുന്ന വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വിതരണം ചെയ്തു. കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാനും KUWJ സംസ്ഥാന പ്രസിഡന്റുമായ KP റെജി, അക്കാദമി സെക്രട്ടറി പ്രമോദ് കുമാർ KR, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ CL തോമസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. മികച്ച പരിശീലനത്തിലൂടെ നാളെയുടെ കരുത്തുറ്റ മാധ്യമ പ്രവർത്തകരാകാനുള്ള തയ്യാറെടുപ്പിലാണ് പുത്തൻ വിദ്യാർത്ഥികൾ. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി മാറാനൊരുങ്ങുന്ന പുതിയൊരു തലമുറയ്ക്ക് കൂടി ഇവിടെ തുടക്കമാവുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. ജേർണലിസ്റ്റ്, ശരിക്കുള്ള ജേർണലിസ്റ്റ് അതും മിസ്സിംഗ് ആണ്. അതായത് നമ്മൾ പറയത്തില്ല ഹൗ അല്ലെങ്കിൽ വൈ എന്നുള്ള കമ്പോണന്റ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ആ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, കലക്ടർ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ADM ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതല്ലാതെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് വൈ അല്ലെങ്കിൽ ഹൗ എന്നുള്ള ആ കമ്പോണന്റ് മിസ്സിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ജേർണലിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ജേർണലിസത്തിന്റെ ഏത് സ്റ്റോറി ആണെങ്കിലും അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവും കോണ്ടെക്സ്റ്റും ഒന്നും ഇല്ലാതെ ഇപ്പൊ അവരിങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഒരു റിഗറസ് ആൻഡ് റിലന്റ്ലെസ് ജേർണലിസം എന്നൊക്കെ ഞങ്ങൾ പറയും. അങ്ങനെ അത് റെസ്പോൺസിബിൾ ജേർണലിസം എന്ന് പറയാം. ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ്, അതിന് നമ്മൾ ഫാക്ട്സ് വെരിഫൈ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമുക്കൊരു എത്തിക്കൽ കറേജ് വേണം. ഈ കാര്യങ്ങളൊക്കെ നിൽക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ അതേപടി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ട് കൊടുക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു എത്തിക്കൽ കറേജും നമുക്ക് വേണം. നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസിന് മുകളിൽ വരണം. പലപ്പോഴും ഇപ്പോൾ എല്ലാവരും കൺവീനിയൻസിനാണ് വളരെ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും പേഴ്സണൽ ആയിട്ടുള്ള ഗെയിനും അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ആ പബ്ലിക് ഇൻട്രസ്റ്റിന് വെറും ശരിക്കുള്ള പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നിൽക്കാൻ കഴിയണം. അപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ എന്തുകൊണ്ട് ഞങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ വരും, എന്തുകൊണ്ടാണ് പബ്ലിക് ഇൻട്രസ്റ്റിനല്ലല്ലോ ഇത് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോ കോൾഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് വാട്ട് ദ പബ്ലിക് ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സെൻസേഷനും ക്രൈമും സിനിമയും കോമഡിയും അതൊക്കെ തന്നെയാണ്. ECCC വരുന്ന സാധനങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും ഇതൊന്നും പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു മാറ്റവും അവിടെ വരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്കിലേക്ക് വരാനായിട്ട് നമ്മൾ ഇടയാക്കരുത്. ഏത് സ്റ്റോറിയിലും നമ്മൾ ഒരു കാര്യം ഉറപ്പാക്കുക, ഒരു ഹ്യൂമൻ എലിമെന്റ് അതിൽ ഉണ്ടായിരിക്കുക എന്നത്. അപ്പൊ ഒരു സ്റ്റോറിയും ഷുഡ് നോട്ട് ബി ഡിവോയ്ഡ് ഓഫ് ദ ഹ്യൂമൻ എലിമെന്റ്. ആ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റോറിയും എഴുതാൻ ഇടയാവരുത്. ഈ ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്.
അത് ഉദാഹരണം പറഞ്ഞാൽ നാനോ കാർ ടാറ്റ ഉണ്ടാക്കിയത് ഒരു ആശയത്തിന് അദ്ദേഹം ഒരു ദിവസം അവിടുത്തെ വളരെ മുകളിലെ നിലയിലുള്ള ഒരു ബോർഡ് റൂമിൽ ഇരിക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ സ്കൂട്ടറിൽ ആളുകൾ നനഞ്ഞു വരുന്നു മഴക്കാലത്ത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഈ നനഞ്ഞു വരുന്ന അത്രമാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നനയാതെ ഒരു ചെറിയ ചെലവിൽ തന്നെ നനയാതെ ഒരു സംവിധാനം ഉണ്ടായെങ്കിൽ, ഒരു ചെറിയ കാർ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം നനയാത്ത രീതിയിൽ സ്കൂട്ടറിനെ കുറച്ചുകൂടെ സ്കൂട്ടർ ഓടിക്കുന്നവർക്ക്, ബൈക്ക് ഓടിക്കുന്നവർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് ഒരു ചെറിയ കാർ എന്നൊരു ആശയം ഉണ്ടാക്കി, ആ ആശയം കൊണ്ടുവന്നത്. പക്ഷെ അതിനുശേഷം കണ്ടത് അവർക്ക് ആ നാനോ കാർ ഒരു വലിയ വിപ്ലവമായിട്ടാണ് തുടങ്ങിയെങ്കിലും അത് വളരെ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയില്ല. എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ഒരു തെറ്റ് അവർക്ക് പറ്റി എന്നുള്ളത്. ആ തെറ്റെന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ചീപ്പസ്റ്റ് കാർ എന്നുള്ളത് അതിന്റെ അഡ്വർടൈസ്മെന്റ്. ചീപ്പസ്റ്റ് കാർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം വളരെ ആസ്പിറേഷനിലാണ്. ഏറ്റവും വില കുറഞ്ഞ കാർ ഉപയോഗിക്കുന്ന ആൾ എന്ന് അറിയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല, പൈസ ഇല്ലാത്ത ആളുകൾ പോലും. അവർക്കെല്ലാം അതിന് പകരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ചീപ്പസ്റ്റ് കാർ എന്നുള്ളതിന് പകരം അഫോർഡബിൾ കാർ ഉള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന്. കാരണം എന്താണ്, നമ്മുടെ സാമൂഹികമായും നമ്മുടെ ആസ്പിറേഷൻ എവിടെ നിൽക്കുന്നു, ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആളുകൾ പരസ്പരം അവരെ എങ്ങനെ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്നങ്ങ് വാങ്ങുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഏറ്റവും പണമില്ലാത്ത ആളുകൾ പോലും ഏറ്റവും വില കുറഞ്ഞത് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് നമ്മളുടെ സമൂഹത്തിന്റെ മനസ്സ്. നേരത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നമ്മള് അച്ഛനും അമ്മയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ല, ഒരു പുതിയ കാറിന്റെ പരസ്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക്, പേരന്റ് എന്ന് പറയുന്നതിന്റെ ആ ഇമോഷൻ വരികയാണ്. അപ്പൊ ഞാൻ എൻ്റെ കാറ് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെ എൻ്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കുന്നു, അതിലേക്ക് മുഴുവനായിട്ടും ഇമോഷൻസ് മാറി എന്നുള്ളതാണ്. മൊബൈൽ കമ്പനിയുടെ ഒക്കെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? മൊബൈൽ കമ്പനിയിലൊക്കെ നേരത്തെ എങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് ചാറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പ്രണയിക്കുന്നതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും രാത്രിയിൽ സംസാരിക്കൂ. അതൊരു തരത്തില് പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ. പേരൻസിനോട് സംസാരിക്കൂ എന്നുള്ളത് വേറെ, പേരൻസിനോട് സംസാരിക്കൂ. കാരണം അതിനകത്തെല്ലാം പേരൻസിനോടുള്ള സ്നേഹം എന്നുള്ള ഇമോഷൻസ് അവര് കൊണ്ടുവരികയാണ്. വേറൊരു പരസ്യത്തില് അമ്മ മകനോട് ചോദിക്കുകയാണ്, കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അത് ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ആ സ്നേഹം കൊണ്ട് അങ്ങനെ നിർബന്ധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് പെൺകുട്ടികളെ ഒന്നും അത്ര ഇഷ്ടമല്ലേ എന്ന് വരെ ചോദിക്കുകയാണ്. അപ്പൊ അത് പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയെ പോലും പരസ്യം അതിന്റെ ആ സമൂഹത്തിൽ വന്ന മാറ്റത്തെ അംഗീകരിക്കുന്നത് പോലെ മാറുകയാണ്. അതെല്ലാം ഞാൻ പറഞ്ഞത് ഈ പുതിയ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഈ അഡ്വർടൈസ്മെന്റിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ നമ്മൾ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് വിട. ഒരു പറ്റം ജനങ്ങളെ സാക്ഷി നിർത്തി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ പൂർത്തിയായി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ട മാസങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ രാജ്യം വിട ചൊല്ലിയത്. സഫ്ല തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിൽ പങ്കാളികളാകാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഒഴുകിയെത്തിയത് ദശലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ രാജ്യത്തെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം മാസങ്ങൾ വൈകിയാണ് ഒടുവിൽ നടന്നത്. ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനാണ് തലസ്ഥാനമായ ടെഹ്റാൻ അന്ന് സാക്ഷ്യം വഹിച്ചത്. തങ്ങളുടെ പരമോന്നത നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരവർപ്പിക്കാനും കറുത്ത വസ്ത്രമണിഞ്ഞ് ജനസാഗരമാണ് തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയത്. 36 വർഷത്തിലധികം ഇറാനെ നയിച്ച ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം എത്രയും വേഗം സംസ്കരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും രാജ്യത്ത് തുടർന്ന യുദ്ധ സാഹചര്യങ്ങൾ കാരണമാണ് ചടങ്ങുകൾ ഇത്രയും മാസങ്ങൾ വൈകിയത്.
ഇറാൻ പതാക പുതപ്പിച്ച ഖമേനിയുടെ ഭൗതിക ശരീരത്തിനൊപ്പം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പെട്ടികളും വിലാപയാത്രയിൽ ഉണ്ടായിരുന്നു. ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് വിപ്ലവ സ്ക്വയറായ ആസാദി സ്ക്വയറിലേക്ക് നീങ്ങിയ വിലാപയാത്രയിൽ കടുത്ത പ്രതിഷേധ സൂചകമായ മുദ്രാവാക്യങ്ങളാണ് ജനങ്ങൾ ഉയർത്തിയത്. കടുത്ത ചൂടിനെ അവഗണിച്ചും ജനങ്ങൾ തെരുവിൽ തുടർന്നപ്പോൾ ജനക്കൂട്ടത്തിന് ആശ്വാസമേകാൻ അധികൃതർ വാട്ടർ ഫൗണ്ടനുകൾ ഉപയോഗിച്ച് വെള്ളം തളിച്ചു. ഇറാനിലെ പ്രമുഖ ഭരണാധികാരികളും വിദേശ പ്രതിനിധികളും ചടങ്ങുകളിൽ സംബന്ധിച്ചെങ്കിലും പുതിയ പരമാധികാര നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മകൻ മൊജ്തബ ഖമേനി ചടങ്ങുകളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ആക്രമണത്തിൽ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 6 ദിവസം നീണ്ടുനിന്ന ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി ടെഹ്റാൻ, ഖോം എന്നീ ഇറാനിയൻ നഗരങ്ങൾക്ക് പുറമെ ഇറാഖിലെ ഷിയ പുണ്യ നഗരങ്ങളായ നെജാഫ്, കർബല എന്നിവിടങ്ങളിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച ഖമേനിയുടെ ജന്മനാടായ മഷ്ഹദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായി നടന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന്റെ ചരിത്ര പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ചിലപ്പോൾ മാധ്യമങ്ങൾ നമ്മെ ചരിത്രം പഠിപ്പിക്കും. ചില ചരിത്ര സംഭവങ്ങളുടെ വാർഷിക ദിനം പ്രമാണിച്ചായിരിക്കും അത്തരത്തിൽ ചരിത്ര സംബന്ധിയായ വിവരങ്ങൾ മാധ്യമങ്ങൾ നമുക്ക് കൂടുതലായി നൽകുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 250-ാം വാർഷികം പ്രമാണിച്ച് ആ പ്രഖ്യാപനത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നല്ല നിലയിൽ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ, പത്രങ്ങളും ടെലിവിഷനും ഉൾപ്പെടെ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടനുമായുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം, അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഫിലഡൽഫിയയിലെ ഇൻഡിപെൻഡൻസ് ഹാളിൽ നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജോൺ ആഡംസും തോമസ് ജെഫേഴ്സണും ജെയിംസ് മാഡിസണും ഒക്കെ ചേർന്നുള്ള അതൊക്കെ ഒരു ജനതയ്ക്ക് അപൂർവമായി ലഭിക്കുന്ന സൗഭാഗ്യമാണ്. തോമസ് ജെഫേഴ്സണാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ രചയിതാവ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജെയിംസ് മാഡിസൺ, അദ്ദേഹമാണ് പിന്നീട് തയ്യാറാക്കപ്പെട്ട അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. അങ്ങനെ പല സവിശേഷതകളുമുണ്ട്. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ ആയിരുന്നു ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണത്. അമേരിക്കയിലും പിന്നീട് ഇന്ത്യയിലും എല്ലാം അത് ഭരണഘടനാ തത്വമായി തന്നെ മാറുകയും ചെയ്തു. ഞാൻ വിയറ്റ്നാമിൽ ഈയിടെ പോയപ്പോൾ അവിടെ ഹോച്ചിമിൻ സിറ്റി, പഴയ സൈഗോൺ, ഹോച്ചിമിൻ സിറ്റിയിലെ വാർ റെമനൻസ് മ്യൂസിയം, യുദ്ധാവശിഷ്ടങ്ങളുടെ മ്യൂസിയം അല്ലെങ്കിൽ വാർ മ്യൂസിയം, അവിടെ ചെന്നപ്പോൾ ഞാൻ തിരഞ്ഞത് അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ ഉള്ള ആ നിർണായക ഘട്ടങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിക് കുട്ടിൻ്റെ പ്രസിദ്ധമായ ആ സൈഗോൺ കുട്ടികളുടെ ചിത്രം, അത് നോക്കിച്ചെന്നപ്പോൾ ആ ചിത്രം വളരെ മാന്യമായ രീതിയിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പശ്ചാത്തല വിവരണത്തോടെ. അതോടൊപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഡിസ്പ്ലേ, അത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കയുമായുള്ള യുദ്ധം ജയിച്ച ഒരു രാജ്യം എന്തിനെ ഇവിടെ പ്രദർശിപ്പിക്കണം എന്ന് നോക്കിയപ്പോഴാണ് അന്ന് ഹോച്ചിമിന് ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ അദ്ദേഹം വളരെ ആകൃഷ്ടനായി. അതിൽ പറയുന്ന തത്വങ്ങൾ അതെല്ലാ കാലത്തും പ്രസക്തമായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1945 സെപ്റ്റംബർ 2 ഹോച്ചിമിൻ ആ പ്രഖ്യാപനം പരസ്യമായി വായിക്കുകയും ആ ദിവസം വിയറ്റ്നാമിൻ്റെ ദേശീയ ദിനമായി മാറുകയും ചെയ്തത്. അതിൻ്റെ പ്രാധാന്യം അത്ര വലുതാണ്. ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ എന്ന് പറയുമ്പോഴും അത് എല്ലാ പുരുഷന്മാർക്കും മാത്രമാണ്, അങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ ഒന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് 250 വർഷം കൊണ്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നത് അമേരിക്കയെയോ അമേരിക്കൻ ജനതയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് ലോകത്തെയും ലോക ജനതയെയും ബാധിക്കുന്ന അവകാശ പ്രഖ്യാപന ദിനമായി മാറിയിട്ടുണ്ട്. അതിൽ പറയുന്ന ഈക്വാളിറ്റി മാത്രമല്ല,
ലൈഫ്, ലിബർട്ടി, ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലും വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആലങ്കാരികമല്ലാത്ത രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ്. അമേരിക്കയുമായി യുദ്ധം ചെയ്ത് അമേരിക്കയുടെ വ്യോമാക്രമണം, വിയറ്റ്നാം ജനതയുടെ ഒളിപ്പോര്, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 50 വർഷം മുമ്പ് അവർ വിജയം വരിച്ചു. ജേതാവ് നിർമ്മിച്ച ഈ മ്യൂസിയത്തിൽ, വാർ മ്യൂസിയത്തിൽ, അന്നത്തെ യുദ്ധരംഗങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ധാരാളം ദൃശ്യങ്ങളും മറ്റ് എക്സിബിറ്റുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ 1776 ജൂലൈ 4 അമേരിക്കയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടത്. അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ചു. ഞാൻ ആദ്യം കരുതിയത് അമേരിക്കയെ പരിഹസിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ അധിനിവേശ രാജ്യമായി അമേരിക്ക മാറിയല്ലോ എന്നവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും എന്ന് കരുതിയെങ്കിൽ അതല്ല. അക്കാലത്ത് തന്നെ ആ പ്രഖ്യാപനത്തിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കയുമായി വിയറ്റ്നാം യുദ്ധത്തിൽ ആയിക്കഴിഞ്ഞിരുന്നില്ല. ആകൃഷ്ടനായ ഹോച്ചിമിൻ ആണ് വിയറ്റ്നാമിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. ഒരു അഡോപ്ഷൻ ആയിരുന്നു അത്. ആ തത്വങ്ങൾക്ക് അനുസൃതമായി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സങ്ങളുണ്ടാക്കിയതും അമേരിക്ക തന്നെയായിരുന്നു. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ, ഈ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇക്കാലത്ത് ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മിലേക്ക് എത്തുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 250 വർഷം തികയുന്ന ഈ വേളയിൽ അക്കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ, ടെലിവിഷനും പത്രങ്ങളും വളരെ ഉദാരമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു ഹിസ്റ്ററി ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന അനുഭവം ആ വാർത്തകളും വിവരണങ്ങളും കേട്ടപ്പോൾ ഉണ്ടാകുകയും ചെയ്തു. അമേരിക്കൻ ഭരണഘടന പിന്നെയും കുറെ കഴിഞ്ഞാണ് വരുന്നത്. അതിനിപ്പോൾ 1787 ഭരണഘടനയ്ക്ക് ഇപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതും സുപ്രീം കോടതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പൗരത്വം എന്നത് ജന്മാവകാശമാണ്. അമേരിക്കൻ പൗരൻ്റെ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു വ്യക്തിയുടെയും ജന്മാവകാശമാണ് പൗരത്വം എന്നത്. അത് ട്രംപ് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കൂടി നമ്മൾ മുന്നിൽ എത്തുകയുണ്ടായി. കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന രാജ്യമാണ് ട്രംപിൻ്റെ അമേരിക്ക. പക്ഷെ വാസ്തവത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുടിയേറ്റക്കാർ ചേർന്ന്, കുടിയേറ്റക്കാരൻ്റെ സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് ഇപ്പോൾ കുടിയേറ്റക്കാരോട് ഇത്ര നീരസം, വിരോധം കാണിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നതിന് അമേരിക്കക്കാരനായ പോപ്പ് ലിയോ വരെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് ഇന്നും സവിശേഷമായ രീതിയിൽ സുപ്രീം കോടതിക്ക് വ്യാഖ്യാനങ്ങളിലൂടെ അർത്ഥപൂർണിമ നൽകാൻ സാധിക്കുന്ന രാഷ്ട്രീയ രേഖയായി അമേരിക്കയുടെ ഭരണഘടനയും അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നിലനിൽക്കുകയാണ്. ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ പഠിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമായിരുന്നു ജൂലൈ 5. മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപേ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ഷിഫാന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വിശ്വസാഹിത്യകാരൻ അക്ഷരലോകത്തോട് വിട പറഞ്ഞത്. നമ്മളിൽ പലർക്കും വായനയുടെ ആദ്യ ലോകം തുറന്നു തന്നത് ബഷീറാണ്. കേവലം വലിയ പുസ്തകങ്ങളും കഠിനമായ വാക്കുകളും മാത്രമല്ല സാഹിത്യമെന്നും തട്ടാൻ ഭാസ്കരനും ആനവാരി രാമൻ നായരും പാത്തുമ്മയുടെ ആടുമെല്ലാം അടങ്ങുന്ന സാധാരണക്കാരുടെ ജീവിതമാണ് യഥാർത്ഥ സാഹിത്യമെന്നും അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു.
ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കാനും ചിന്തകൾക്കിടയിൽ വായനക്കാരന്റെ കണ്ണ് നനയ്ക്കാനും ബഷീറിനോളം കഴിഞ്ഞ് മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിലില്ല. മലയാളത്തിന് ബഷീർ നൽകിയ അനശ്വരമായ അക്ഷരങ്ങളെയും മനുഷ്യത്വത്തിന്റെ വലിയ സന്ദേശങ്ങളെയും നാം എപ്പോഴും നെഞ്ചോട് ചേർക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമിയിലെ പാമ്പിനും പഴുതാരയ്ക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കുമെല്ലാം ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപേ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ പഠിപ്പിച്ച വലിയൊരു തത്വശാസ്ത്രമായിരുന്നു ബഷീർ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കാലം എത്ര മാറിയാലും ബഷീർ വായിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഓരോ തവണ ബാല്യകാല സഖി വായിക്കുമ്പോഴും മജീദും സുഹറയും നമുക്കിടയിൽ ജീവിക്കും. പ്രേമലേഖനം വായിക്കുമ്പോൾ കേശവൻ നായരുടെയും സാറാമ്മയുടെയും ചിരി നമ്മളിലേക്ക് പടരും. ബേപ്പൂരിലെ ആ മാംഗോസ്റ്റിൻ ചുവട്ടിൽ നിന്ന് അദ്ദേഹം പകർന്നു തന്ന ആ ലോകം ഇന്നും ഒട്ടും മങ്ങാതെ നമുക്കൊപ്പമുണ്ട്. ആ വലിയ സുൽത്താന് ഒരിക്കൽ കൂടി പ്രണാമമർപ്പിക്കാം. അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ മാനവികതയുടെയും സ്നേഹത്തിന്റെയും അക്ഷരങ്ങൾ നമ്മുടെ ഉള്ളിലും കാത്തു സൂക്ഷിക്കാം. അക്ഷരങ്ങളിലൂടെ ബഷീർ എന്നും ജീവിക്കുന്നു, മരണമില്ലാതെ. ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളും ക്രൊയേഷ്യൻ ഫുട്ബോൾ ഇതിഹാസവുമായ ലൂക്കോ മോഡ്രിച്ചിനെ കുറിച്ച് ആദിത്യൻ തയ്യാറാക്കിയ പ്രൊഫൈൽ സ്റ്റോറി കാണാം. ലോകകപ്പിൽ ചിലർ ഗോളുകളാൽ ചരിത്രമെഴുതും, മറ്റു ചിലർ കിരീട നേട്ടത്താൽ ഓർമ്മിക്കപ്പെടും. ഇതൊന്നുമില്ലാതെ തന്നെ ഫുട്ബോളിന്റെ വിശ്വവേദിയിൽ അനശ്വരനാകാൻ കഴിയുമോ ഒരു പ്ലെയർക്ക്? ക്രൊയേഷ്യൻ നായകൻ ലൂക്കോ മോഡ്രിച്ചിന് അതിന് കഴിയുമെന്നാണ് മറുപടി. ദുരിതപൂർണമായിരുന്നു ലൂക്കോയുടെ കുട്ടിക്കാലം. 1991 ക്രൊയേഷ്യൻ സ്വാതന്ത്ര്യ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വെറും 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. യുദ്ധകാലത്ത് മോഡ്രിച്ചിന്റെ മുത്തശ്ശനെ സെർബിയൻ വിമതർ വെടിവെച്ചു കൊന്നു. അവരുടെ വീട് കത്തിക്കപ്പെടുകയും കുടുംബത്തിന് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. വർഷങ്ങളോളം സാദറിലെ ഒരു ചെറിയ ഹോട്ടൽ മുറിയിൽ അഭയാർത്ഥികളായാണ് അവർ കഴിഞ്ഞത്. ചുറ്റും ബോംബുകളും ഷെല്ലുകളും വർഷിക്കുമ്പോൾ, വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു ചെറിയ ലൂക്ക പന്തുരുട്ടി ശീലിച്ചത്. ദാരിദ്ര്യവും യുദ്ധഭീതിയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിലും ഫുട്ബോളിനോടുള്ള അഭിനിവേശം ഒട്ടും കുറഞ്ഞില്ല. വളരെ മെലിഞ്ഞ ശരീരപ്രകൃതി ആയിരുന്നത് കൊണ്ട് പല പ്രാദേശിക ക്ലബ്ബുകളും മോഡ്രിച്ചിനെ തുടക്കത്തിൽ തന്നെ നിരസിച്ചു. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ശാരീരിക ക്ഷമത അവനില്ലെന്ന് പലരും വിധിയെഴുതി. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ഡിനാമോ ഡാഗ്രബ് എന്ന പ്രമുഖ ക്രൊയേഷ്യൻ ക്ലബ് 2001 അദ്ദേഹത്തെ തങ്ങളുടെ അക്കാഡമിയിൽ ചേർത്തു. 2012 സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് മോഡ്രിച്ചിനെ ടീമിലെത്തിച്ചു. തുടക്കത്തിൽ ഏറ്റവും മോശം ട്രാൻസ്ഫർ എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച മോഡ്രിച്ച് പിന്നീട് റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറി. ചെറിയ രാജ്യമായ ക്രൊയേഷ്യയെ തന്റെ മാന്ത്രിക ക്യാപ്റ്റൻസിയിലൂടെ അദ്ദേഹം ലോകകപ്പ് ഫൈനൽ വരെ എത്തിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം മോഡ്രിച്ച് നേടി. 2018 ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഒരു പതിറ്റാണ്ടുകാലത്തെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള ബാലൻ ഡി ഓർ പുരസ്കാരം ലൂക്കോ മോഡ്രിച്ച് സ്വന്തമാക്കി. മെലിഞ്ഞുണങ്ങിയ ശരീരപ്രകൃതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട, യുദ്ധത്തിന്റെ എല്ലാ ഭീകരതയും നേരിട്ട ഒരു അഭയാർത്ഥി ബാലൻ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ലോക ഫുട്ബോളിന്റെ രാജാവായി മാറിയ കഥയാണ് ലൂക്കോ മോഡ്രിച്ചിന്റേത്. കളി മതിയാക്കി ലൂക്കോ മടങ്ങുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ ഒന്നടങ്കം പറയുകയാണ്, നന്ദി ലൂക്കോ. വീഴാത്ത പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായതിന്, ഒരു തലമുറയുടെ പ്രചോദനമായതിന്. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി.